സൺസ്ക്രീൻ യൂസ് ചെയ്യണോ വേണ്ടയോ എന്ന് പല കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട്. എന്തിനാണ് സൺസ്ക്രീൻ, SPF 30 മതിയോ 50 മതിയോ, കുറേ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ എന്താണ് SPF, എന്താണ് PA ഫാക്ടർ എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമുക്ക് സണ്ണിന് 3 റേസ് ആണുള്ളത്, UVA, B, C. അപ്പോൾ C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓസോണിൽ തട്ടിയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്, നമ്മുടെ അടുത്തോട്ട് വരുന്നില്ല. പിന്നെ ബിയും എയും ആണുള്ളത്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെർമിസിലെയാണ് അറ്റാക്ക് ചെയ്യുന്നത്, ബി നമ്മുടെ എപ്പിഡെർമിസിനെയുമാണ്. അപ്പോൾ ബി ആണ് നമുക്ക് കൂടുതലായിട്ടും അതിന് കുറച്ചും കൂടെ എനർജി കൂടിയിട്ടുള്ള അൾട്രാ വയലറ്റ് റേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ക്യാൻസർ ഉണ്ടാക്കാനും ടാനിങ് ഉണ്ടാക്കാനും ഒക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഡെർമിസിൽ വരുന്നതാണ് UVA എന്ന് പറയുന്നത്. അത് നമ്മൾ UVB ഉണ്ടാക്കുന്ന ഹാംഫുൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം കുറച്ചും കൂടെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് UVA റേസ് എന്ന് പറയുന്നത്. നമുക്ക് UVA എന്ന് പ്രൊട്ടക്ഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ PA ഫാക്ടറാണ് നോക്കേണ്ടത്. അതായത് PA പ്ലസ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ പ്രൊട്ടക്ഷൻ ആയിരിക്കും, PA പ്ലസ് അതിനേക്കാളും കൂടുതൽ കിട്ടും. ഇപ്പോൾ ഒരു PA കഴിഞ്ഞിട്ട് ഒരു 4+ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ പ്രൊട്ടക്ഷൻ ആയിരിക്കും കിട്ടുന്നത്. പിന്നെ SPF എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് SPF 30 അല്ലെങ്കിൽ 50 ആണ് യൂസ് ചെയ്യുന്നത്. 30 50 തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 to 3% എക്സ്ട്രാ പ്രൊട്ടക്ഷൻ ആയിരിക്കും നമുക്ക് 50-ൽ കിട്ടുന്നത്. പിന്നെ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിനെ വാഷ് ചെയ്തിട്ട് പിന്നെയും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു സൺ പ്രൊട്ടക്ഷൻ കിട്ടുകയുള്ളൂ.